ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഒരു അടിപൊളി കോക്കനട്ട് ലഡുവാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു ലഡു തയ്യാറാക്കുന്നതെന്ന്. ഈ ഒരു ലഡു തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ്. അത് ഈ ഒരു ബൗൾ നിറച്ച് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് നമ്മൾ മാറ്റി വെക്കണം കേട്ടോ, ലാസ്റ്റ് നമുക്ക് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പാൽപ്പൊടിയാണ്, അതൊരു 2 ടേബിൾ സ്പൂണോളം ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നീട് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കാഷ്യൂനട്ട് ചെറുതായിട്ട് ഇതാ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് റൈസൻസ്, നമ്മുടെ മുന്തിരിങ്ങ കൂടി വേണേൽ, ഉണക്ക മുന്തിരിങ്ങയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ലഡു ഇങ്ങനെ ഉരുട്ടുന്ന സമയത്ത് പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് ചേർക്കുന്നത് കേട്ടോ. അതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ നമ്മൾ 1 ഗ്ലാസ് പാല് കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ലഡു തയ്യാറാക്കുന്നത് നോക്കാം. ചൂടായ പാനിലോട്ട് നമ്മൾ ബട്ടറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ബട്ടറിന് പകരം നെയ്യ് ചേർത്ത് കൊടുത്താലും മതി. നെയ്യാണെങ്കിൽ 1 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി. അതിന് പകരം ഞാൻ ബട്ടറാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഏതായാലും പ്രശ്നമില്ല. ഇനി ബട്ടർ നല്ലതുപോലെ തന്നെ മെൽറ്റായിട്ട് വരണം. അങ്ങനെ നമ്മുടെ ബട്ടർ ദാ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് നമ്മുടെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ദാ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ലോ ഫ്ലെയിമിലായിരിക്കണം കേട്ടോ വെക്കാൻ, അല്ലെങ്കിൽ കോക്കനട്ട് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അതുകൊണ്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ നമ്മൾ വെക്കാൻ. എന്നിട്ട് നല്ലതുപോലെ തന്നെ നിങ്ങൾ ഇളക്കി കൊടുക്കണം. നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കണം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ തേങ്ങ കരിയാൻ വളരെ ചാൻസ് കൂടുതലാണ്. കാരണം എന്ന് വെച്ചാൽ ഇത് ഒട്ടും തന്നെ ഓയിലോ അതുപോലെ തന്നെ ജലാംശം ഒന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട് പെട്ടെന്ന് അടുക്കി പിടിക്കുക. അതുകൊണ്ട് ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം കേട്ടോ. ഒരുപാട് നേരം ഇളക്കണ്ട, ജസ്റ്റ് ഒന്ന് ഇളക്കി ആ ഒരു ബട്ടർ അതിനകത്തുനിന്ന് ആഡായതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ ഇനി ഇട്ട് കൊടുക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പാൽപ്പൊടിയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു പാൽപ്പൊടി കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പാൽപ്പൊടി കൂടി ഇട്ട് കൊടുത്ത് നമ്മൾ നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം ഇതിനകത്തോട്ട് പാലൊഴിച്ച് കൊടുക്കാൻ പോവുകയാണ്. പാൽ ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഫുള്ള് പാൽ ഒഴിച്ച് കൊടുക്കല്, കുറേശ്ശെ പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇളക്കാൻ. നമ്മൾ പാൽ ഇനി അഥവാ നിങ്ങൾക്ക് കൂടിപ്പോയി എന്ന് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ റവ ഉണ്ടാവുമല്ലോ, നമ്മുടെ റവ ഉണ്ടെങ്കിൽ റവ ആഡ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും കേട്ടോ. അന്ന് വെച്ചാൽ ലൂസ് ആവുന്നുണ്ടെങ്കിൽ, ഒരുപാടങ്ങ് ലൂസായി പോയി പാൽ ഒഴിച്ചത് കൂടിപ്പോയി, ഇനി അഥവാ ലൂസായി പോയി എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഓപ്ഷനാണ് കേട്ടോ റവ ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ 1/4 ഗ്ലാസ് പാൽ ഒഴിച്ച് കൊടുത്ത് ഇളക്കി കൊടുത്ത് ബാക്കി കുറച്ച് പാലും കൂടി ഉണ്ട്, അതും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണേ. ഞാൻ അത്രയും ഡെസിക്കേറ്റഡ് കോക്കനട്ടിന് 1 ഗ്ലാസ് പാൽ എനിക്ക് വേണമായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ 1 ഗ്ലാസ് പാൽ എടുത്തത്. അത് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ചെറിയ ഫ്ലെയിമിൽ, അതായത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കിയെടുത്ത് ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ആ ഒന്ന് ഡ്രൈ ആവുന്നവരെ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. ഒരുപാട് ലൂസ് ആവാതെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മൊത്തം ചേർത്ത് കൊടുക്കേണ്ട, കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ബാക്കി ഞാൻ മാറ്റി വയ്ക്കാം. ലാസ്റ്റ് മധുരം കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ തന്നെ ഇളക്കിയെടുക്കണേ. മധുരം നമ്മൾ ഇപ്പം തന്നെ ചേർക്കണം കേട്ടോ, എങ്കിലല്ലേ നല്ലതുപോലെ പിടിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ മധുരം കൂടി ആഡ് ചെയ്ത് കൊടുത്ത് ഇതുപോലെ നിങ്ങൾ ഇളക്കി കൊടുക്കുകയാണേ. അപ്പോൾ ആ ഒരു ലൂസൊക്കെ മാറിയിട്ടുണ്ട്. നമ്മൾ പാലൊക്കെ ഒഴിച്ച് കൊടുത്ത് ഒന്നും ലൂസായിട്ടിരുന്നില്ല, അതെല്ലാം മാറിയിട്ടുണ്ട്. പഞ്ചസാര ആഡ് ചെയ്ത് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം നമ്മൾ ഇതിനകത്തോട്ട് കാഷ്യൂനട്ടാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. അതുപോലെ തന്നെ നമ്മുടെ ഉണക്ക മുന്തിരിങ്ങ റൈസൻസ് കൂടി ഇത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലതുപോലെ തന്നെ ഇളക്കിയെടുക്കുകയാണ് കേട്ടോ. അതാകുമ്പോൾ നമ്മൾ ലഡു ഇങ്ങനെ ഉരുട്ടിയെടുക്കുന്ന സമയത്ത് എല്ലാ ഭാഗത്തും കിട്ടും, നമ്മുടെ കാഷ്യൂനട്ടും റൈസൻസും എല്ലാ ഭാഗത്തും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പം തന്നെ ഇട്ട് കൊടുത്തത്. ഇപ്പം കണ്ടോ വിട്ട് വരുന്നുണ്ട്, കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് കേട്ടോ. ആ ഒരു വെള്ളം എല്ലാം പോയി നല്ല തരത്തിൽ തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ചൂടോടുകൂടി തന്നെ അങ്ങ് ഉരുട്ടിയെടുത്താൽ മതി. ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. അപ്പം ജസ്റ്റ് ആറിയതിന് ശേഷം ചെറിയൊരു ചൂടോടുകൂടി നമ്മളിത് ഉരുട്ടിയെടുക്കാൻ പോവുകയാണ് കേട്ടോ. നമ്മുടെ കയ്യിൽ ഒട്ടാതെ ഇതുപോലെ കിട്ടുമ്പോൾ നമ്മുടെ ലഡു റെഡി ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് ലഡു തയ്യാറാക്കാൻ പെട്ടെന്ന് തന്നെ. അപ്പോൾ ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്, അടിക്കൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതാണ് കേട്ടോ. അത് മാത്രമല്ല ആ ഒരു ചൂടും അങ്ങ് മാറിയിട്ടുണ്ട്, ചെറിയൊരു ചൂടേ ഉള്ളൂ. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് ഉരുട്ടിയെടുത്താൽ നമ്മുടെ ലഡു തയ്യാറായിട്ടുണ്ടാവും. നിങ്ങൾ കൈ ജസ്റ്റ് ഒന്ന് നനച്ചാൽ നല്ലതായിരിക്കും കേട്ടോ. ഞാൻ ജസ്റ്റ് കൈ ഒന്ന് നനച്ചിട്ടുണ്ട്. അതാകുമ്പോൾ നമ്മുടെ കയ്യിൽ ഒട്ടും തന്നെ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒട്ടി പിടിക്കില്ല എങ്കിൽ കൂടി ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൈ ഒന്നങ്ങ് കഴുകിയെടുത്താൽ മതി. ഒന്നങ്ങ് വാഷ് ചെയ്തതിന് ശേഷം നമ്മളങ്ങ് ഉരുട്ടിയെടുത്താൽ മതി. എത്രയോ വലിപ്പം വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുത്തിട്ട് അങ്ങ് ഉരുട്ടിയെടുത്താൽ മതി കേട്ടോ. റൗണ്ട് വലിയ ലഡു വേണമെങ്കിൽ അതിനനുസരിച്ച്, ചെറിയ ലഡു ആണെങ്കിൽ അതിനനുസരിച്ച് അങ്ങ് ഉരുട്ടിയെടുത്താൽ മതി. അപ്പോൾ നമ്മൾ നല്ലതുപോലെ തന്നെ ഉരുട്ടിയെടുത്തതിന് ശേഷം ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ ഒന്നങ്ങ് ഡിപ്പ് ചെയ്തെടുത്താൽ നമ്മുടെ ടേസ്റ്റിയുടെ ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. ഞാനിത് എൻ്റെ മോൾക്ക് സ്കൂളിലൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ, ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുത്ത് വിട്ടതാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാകും, നല്ല ടേസ്റ്റിയുള്ള സ്വീറ്റ് ലഡുവിൻ്റെ റെസിപ്പിയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഒരു വട്ടം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, ഉറപ്പായിട്ട് ഇഷ്ടമാകും. ഇത് ഇരുന്ന് കഴിഞ്ഞാലാണ് കേട്ടോ സെറ്റ് ആവുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നാളത്തെ ആവശ്യമാണ് ഇന്ന് വൈകിട്ട് ഉണ്ടാക്കി വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ നാളെ ആണെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും, കുറച്ചും കൂടി ഒന്ന് ഹാർഡ് ആവുകയും ചെയ്യും, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ നാളത്തെ ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഇന്ന് വൈകിട്ടൊക്കെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഒന്നും ഡിപ്പ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളതും കൂടി ഞാൻ ഇതുപോലെ ഒന്ന് അങ്ങ് ആക്കി എടുത്തിട്ട് വരാം കേട്ടോ.
അങ്ങനെ നമ്മൾ എല്ലാം എന്താ ബോൾസാക്കി ലഡുവിൻ്റെ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലഡുവിൻ്റെ റെസിപ്പി തന്നെയാണ് കേട്ടോ. കുട്ടികൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടമാകും, അതുപോലെ തന്നെ വലിയവർക്ക് ഇഷ്ടമാകും കേട്ടോ. ഞാൻ കഴിച്ചു നോക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് തോന്നി. കാരണം എന്ന് വെച്ചാൽ ഇതിനകത്ത് കണ്ടില്ലേ റൈസൻസ് ഉണ്ട്, അതുപോലെ തന്നെ കാഷ്യൂ നട്ടൊക്കെ ഉള്ളത് കൊണ്ട് നല്ല ടേസ്റ്റാണ്. കുഞ്ഞുങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടമാകും കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ ഇതുപോലെയുള്ള മറ്റൊരു അടിപൊളി റെസിപ്പികളുമായിട്ടൊക്കെ നമുക്ക് വീണ്ടും കാണാം. എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.